മറ്റൊരു വാർത്തയിലേക്ക് യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മോചനദ്രവ്യം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തർക്കം തുടരുകയാണ്. തർക്കം തീർക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. 6 അംഗ സംഘത്തെ യമനിലേക്ക് അയക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 2 പേർ കേന്ദ്ര നയതന്ത്ര പ്രതിനിധികളായിരിക്കണം. 2 പേർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളും 2 പേർ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളുമായിരിക്കണം. ഈ ആവശ്യം നേരത്തെ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ചതാണ് സുപ്രീം കോടതിയിൽ. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാടാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ മർക്കസിന്റെ ഭാഗത്തു നിന്നും കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം, അങ്ങോട്ട് നയതന്ത്ര പ്രതിനിധികളെ അയക്കണം, അതിനുവേണ്ടിയുള്ള നയതന്ത്ര തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അവരുടെ യാത്രയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ എടുക്കണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മർക്കസിന്റെ ആവശ്യവും അതാണ്. ആ സമയത്ത് തന്നെയാണ് യമനിൽ കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരം? ഇക്കാര്യത്തിൽ ഏത് പ്രതികരണമാണ് കാന്തപുരം നൽകുന്നത്? മനുഷ്യ ഇപ്പോഴും ഈ മോചനവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു. മധ്യസ്ഥർ വെച്ച് അല്ലെങ്കിൽ യമനിലെ തന്നെ പണ്ഡിതരെ വെച്ച് ഈ തലാലിന്റെ കുടുംബവുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ തുടരുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചകൾ ആശാവഹമായി പുരോഗമിക്കുന്നു, അത് മുന്നോട്ട് തന്നെ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തലാലിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത ചില നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറം കുടുംബവുമായി ഒരു ആശയവിനിമയം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒറ്റയടിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതിനപ്പുറം കൃത്യമായ ഒരു ചർച്ചകൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എന്തായാലും ചർച്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തുവിടുന്നില്ല. കാരണം നേരത്തെ തന്നെ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ വിവരങ്ങൾ യമനിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഇത്തരം പുറത്തുള്ള വിവരങ്ങൾ ഒഴിവാക്കി കൃത്യമായൊരു അടഞ്ഞ വാതിലിൽ കൂടി തന്നെയാണ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ഡിത ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി കാന്തപുരം കഴിഞ്ഞ ദിവസം ഒരു കത്ത് നൽകിയിരുന്നു. കാരണം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനപ്പുറം നയതന്ത്ര തലത്തിലുള്ള ചില ഇടപെടലുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മോചനം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നീങ്ങാൻ കഴിയൂ. കുടുംബവുമായി ചർച്ചകൾ നടത്തുന്നതിന് മാത്രമാണ് കാന്തപുരത്തിന്റെ പ്രതിനിധി സംഘത്തിനൊക്കെ കഴിയുകയുള്ളൂ. മറ്റ് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് അത് തീർച്ചയായും സർക്കാരുമായി ഇടപെട്ടാണ്. നമുക്കറിയാം, എംബസി പോലും പ്രവർത്തിക്കാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ നയതന്ത്ര ചർച്ചകൾക്ക് മറ്റു തരത്തിലുള്ള സാധ്യതകൾ ആരായേണ്ടതുണ്ട്. ഒപ്പം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ അതിന് സ്റ്റേറ്റിന്റെ ഒരു പിന്തുണ അനിവാര്യമാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോഴും ഒരു 6 അംഗ പ്രതിനിധി സംഘം ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം വന്നിരുന്നു. അതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ, കാന്തപുരത്തിന്റെ പ്രതിനിധികൾ, ഒപ്പം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെടുന്ന ഒരു സമിതിയാവണം ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ ചൂടുപിടിച്ചാണ് കാന്തപുരം കത്ത് നൽകിയിരിക്കുന്നത്. നല്ല രീതിയിൽ പോസിറ്റീവായി തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ കേന്ദ്ര സംഘം വേണം, കേന്ദ്രത്തിൽ നിന്ന് 2 പ്രതിനിധികൾ വേണം എന്നാണല്ലോ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാന്തപുരം. പക്ഷേ ഈ പ്രതിനിധികളെ അയക്കുന്ന സമയത്തിന് മുൻപും അതിനു മുൻപും ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്ന് മർക്കസ് പറയുന്നുണ്ടല്ലോ അല്ലെ? കാന്തപുരത്തിന്റെ ഒരു ഔദ്യോഗികമല്ലെങ്കിലും അവരുമായി സംസാരിക്കുമ്പോൾ ചർച്ചകൾ യമനിൽ തുടരുന്നുണ്ടല്ലോ അല്ലെ? തീർച്ചയായും ചർച്ചകൾക്ക് ഒരു അന്ത്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ ചർച്ചകൾ ഒരു മുറിഞ്ഞു പോകുന്ന ഘട്ടം ഇതുവരെ എത്തിയിട്ടില്ല. വളരെ പോസിറ്റീവായി തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാന്തപുരത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഒരു വിശദീകരണം എന്ന രീതിയിലോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്, ആ ചർച്ചയിൽ ഏറ്റവും ഒടുവിൽ ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതൊക്കെ സംബന്ധിച്ച ഒരു കൃത്യമായ വിവരങ്ങൾ പുറത്ത് നൽകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. പരസ്യമായി പറഞ്ഞ് ഈ ചർച്ചകളുമായി മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ചർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നതൊക്കെ പറഞ്ഞാൽ പലപ്പോഴും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്ത് പ്രചരിക്കുന്നു. ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റ് ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ടും ഈ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങി വലിയ വിപുലമായ ചർച്ചകളാണ് ആ ഘട്ടത്തിൽ നടക്കുക. ആ ചർച്ചകൾ അതേ സമയത്ത് തന്നെ ഈ തലാലിന്റെ കുടുംബത്തിന്റെ ചെവിയിലെത്തും അല്ലെങ്കിൽ അതിന്റെ പരിഭാഷയ്ക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം ഊഹാപോഹങ്ങൾ ഒഴിവാക്കി അനാവശ്യമായ
ചർച്ചകൾ ഒഴിവാക്കി കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന രീതിയിലാണ് ചർച്ചകൾ ശരി അനീഷ്. അതായത് ഇനി 2 പേർ നയതന്ത്ര പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണം, 2 പേർ മർക്കസിന്റെ പ്രതിനിധികളും 2 പേർ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളും. നേരത്തെ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ച ഇതേ ആവശ്യം തന്നെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ സേവനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് കാന്തപുരം അറിയിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.